ഹായ് ഫ്രണ്ട്സ്, ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ആകെ ഞെട്ടിയിട്ടുണ്ടാവില്ലേ? സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കണ്ട ടൈമിൽ ഞാൻ ഒരുപാട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, ചിലപ്പോൾ ടൈറ്റിൽ അവരങ്ങനെ കൊടുത്താലും അതിനുള്ളിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും കാര്യങ്ങൾ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാനും ആ ഒരു വീഡിയോ കണ്ടത്. പക്ഷേ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ട ടൈമിൽ ഒരുപാട് ഷോക്കായതുപോലെ തന്നെ ഒരുപാട് എന്തൊക്കെയോ പ്രത്യേകതകൾ തോന്നി. എന്താ പറയുക, ദേഷ്യവും. ഒരു ഡോക്ടർ പങ്കുവെച്ച വീഡിയോ ആണ് കേട്ടോ നമുക്ക് മുന്നിൽ. ഒരു സൈക്കാട്രിസ്റ്റ് പങ്കുവെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ആ ഡോക്ടർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡോക്ടറായ സ്ഥിതിക്ക് തന്നെ രോഗികളെ അനുകൂലിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുള്ളൂ. പ്രത്യേകിച്ച് ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ആകുമ്പോൾ അത് അവരുടെ മനസ്സിൻ്റെ ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ താളം തെറ്റിലോട് ചെയ്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ ആ ഒരു കേസിനെ കൈകാര്യം ചെയ്യുള്ളൂ. അപ്പോൾ ഡോക്ടർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ന്യായീകരിച്ച് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായ കാര്യങ്ങൾ ന്യായീകരിച്ചിട്ടാണ് പറയുള്ളൂ. അത് അവർ ഡോക്ടർമാരോട് എന്താ പറയുക, ഒരു കടമയാണ്. അപ്പോൾ അവർ അത്തരത്തിലാണ് നമുക്ക് മുന്നിൽ ആ ഒരു വീഡിയോ അവതരിപ്പിക്കുള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ട ടൈമിൽ ശരിക്കും എനിക്ക് ഒരുപാട് ദേഷ്യമോ കാര്യങ്ങൾ അങ്ങനെ പലതായിട്ടുള്ള ചിന്തകളാണ് തോന്നിയത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് തോന്നിയെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ടൈറ്റിൽ പറഞ്ഞ പോലത്തെ കാര്യം തന്നെയാണ്. മരുമകനുമായിട്ട് സെക്സ് ചെയ്യേണ്ടി വന്ന ഒരു അമ്മായിമ്മ. സത്യം പറഞ്ഞാൽ അതേപോലത്തെ ഒരു കാര്യം തന്നെയാണ്. അതിൽ ആ ടൈറ്റിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ശരിക്കും ആ ഒരു സ്റ്റോറിയിലും പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മകളും ഒരു ഉമ്മയും അവർ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ മകളുടെ വിവാഹം കഴിഞ്ഞു. അവർ കഷ്ടപ്പെട്ടിട്ട്, വേറെ ആരും ഇല്ലാത്തൊരു ഫാമിലിയാണ്, ഈ അമ്മയും മകളും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മകളുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ മകളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവും മകളും അമ്മായിമ്മേ അവർ 3 പേരാണ് വീട്ടിലുള്ളത്. അവർ സുഖമായിട്ട് ജീവിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട്, ഈ വീട്ടുകാർക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ മരുമകനാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത്. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, മകളെ നന്നായിട്ട് നോക്കും. അവർക്കൊരു കുട്ടി ഉണ്ടായി. അപ്പോൾ ആ കുട്ടിയൊക്കെ നന്നായിട്ട് നോക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. നല്ല സ്നേഹമുള്ള ഒരു മരുമകനായിരുന്നു എന്ന് പറയണത്. അപ്പോൾ ഈ കാര്യം ഡോക്ടറുടെ അടുത്ത് തുറന്ന് പറയുന്നത് തന്നെ ഈ അമ്മായിമ്മയാണ് കേട്ടോ. അമ്മായിമ്മയാണ് വന്നിട്ട് ഈ ഡോക്ടറെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഈ അമ്മായിമ്മ എന്ന് പറയുമ്പോൾ അമ്മായിമ്മയുടെ ഏജ് ഒരു 55 വയസ്സൊക്കെ ഉണ്ടാവും എന്നാണ് ഡോക്ടർ പറയുന്നത്. 55 വയസ്സുള്ള ഏജ്. ആ വയസ്സിലുള്ള ഉമ്മയാണ് ഈ മരുമകനുമായിട്ട് ഇങ്ങനെ ഒരു റിലേഷനിൽ ഉണ്ടായിട്ടുള്ളത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കി കഥയിലേക്ക് പോകാം. അങ്ങനെ ഡോക്ടറെ അടുത്ത് അമ്മായിമ്മ കാര്യങ്ങൾ പറയുകയാണ്. ഞങ്ങളിങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അതിലാണ് മരുമകൻ വന്നത്. അതിനുശേഷം നല്ല ലൈഫ് തന്നെയായിരുന്നു. മരുമകൻ നല്ല നോക്കും, നല്ല സുഖമായിട്ടുള്ള ഒരു ലൈഫായിരുന്നു. അവർക്കൊരു കുട്ടി ഉണ്ടായി. അങ്ങനെയൊക്കെ പോവുമായിരുന്നു. അങ്ങനെ മകൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം മകൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ മരുമകൻ വീട്ടിലുള്ളപ്പോൾ മരുമകൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്ന അമ്മയായിരുന്നു. ഫുഡ് ഉണ്ടാക്കി കൊടുക്കലും ഡ്രസ്സ് അലക്കലും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന അമ്മ തന്നെയായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടാവില്ല തുടങ്ങി. ഒരു അമ്മ മകൻ അല്ലെങ്കിൽ ഒരു ഉമ്മ മകൻ എന്നുള്ളൊക്കെ ആ ഒരു ഇതുണ്ടാവില്ല തുടങ്ങി. അങ്ങനെ ഭയങ്കര സ്നേഹത്തിലായി. അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിയെന്ന് പറയാം. ഉമ്മയാണ്, അവരൊരു മുസ്ലിം ഫാമിലി ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ നമുക്ക് എന്താവട്ടെ, എന്തായാലും മുസ്ലിം ആയാലും അതൊന്നുമല്ല നമ്മുടെ ഇവിടെ വിഷയം. അങ്ങനെ ഭയങ്കര ഇതായി, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു ഇതായി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനിടയിൽ പിന്നെ അവർക്കിടയിൽ ഒരു കെമിസ്ട്രി വർക്കാവില്ല തുടങ്ങി എന്നാണ് പറയാം. അപ്പോൾ ആദ്യം അതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇതിങ്ങനത്തെ ഒരു ഇതാണ്, എന്താണ് ഒന്നും മനസ്സിലായിട്ടില്ല. ഒരു അമ്മയും മകനുമുള്ള ഒരു റിലേഷൻ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത് എന്ന് പറയുന്നത്. മരുമകന് സ്വാഭാവികമായിട്ട് അമ്മായിമ്മയോട് ഇങ്ങനെ ഒരു ഇത് എന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ ഈ അമ്മമാരുടെ നിന്ന് സ്നേഹം കിട്ടാത്ത കുട്ടികളാകുമ്പോൾ വീണ്ടും ഇങ്ങനെ ഒരുമാരുടെ നിന്ന് സ്നേഹം കിട്ടുമ്പോൾ ആ ഒരു ഇതിലേക്ക് അടുത്ത് പോവുകയും അതിലിങ്ങനെ ഇതായിട്ട് ആ ഒരു ബന്ധത്തിൽ ഇങ്ങനെ മുറുകുകയും ചെയ്യും. അപ്പോൾ അതായത് ഒരു അമ്മയും മകനുമുള്ള ആ ഒരു സ്നേഹമാണ് എന്നാണ് നമുക്ക് പുറമേ ഉള്ളവർക്ക് തോന്നുള്ളൂ. ആദ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, അങ്ങനത്തെ ഒരു സ്നേഹം തന്നെയായിരുന്നു. എന്നിട്ട് മകളും കളിയാക്കുമായിരുന്നു അത്ര അമ്മയെ. ഇപ്പം ഞാനും മരുമകളും അത് മകനും ആയില്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ പതിയെ ഈ മകനെന്ന് വെച്ചാൽ ഈ മരുമകന് എല്ലാ കാര്യങ്ങളും അമ്മായിമ്മ ചെയ്ത് തന്നാൽ മതി എന്നുള്ളൊരു മൈൻഡിലെത്തിയെന്ന്. എല്ലാ കാര്യങ്ങളും ഫുഡ് എടുത്ത് തരണം അമ്മായിമ്മ മതി, വസ്ത്രാലക്കൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മായിമ്മ ചെയ്താൽ മതി, മകളൊന്നും ചെയ്യണ്ട, അമ്മായിമ്മ ചെയ്തോളും, അമ്മായിമ്മ ചെയ്യലയിലാണ് താല്പര്യം എന്നുള്ള ഒരു രീതിയിലൊക്കെ വരൽ തുടങ്ങി. പിന്നെ ഇവർ തമ്മിൽ ഇങ്ങനെ എന്താ പറയുക, മക്കൾ പണിക്കോയ ടൈമിൽ മരുമകൻ വീട്ടിലുണ്ടാകുന്ന ടൈമിൽ അമ്മ കുക്ക് ചെയ്യുമ്പോൾ ഈ മകൻ അടുത്ത് വന്നിരിക്കുക, കുക്ക് ചെയ്യുമ്പോൾ അടുക്കളയിലൊക്കെ വന്നിരിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു ഇതായി. ഇങ്ങനെ കുക്കിങ്ങിൽ സഹായിക്കുക, അങ്ങനെയൊക്കെ ആയി. പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇവർ തമ്മിൽ ഇങ്ങനെ അറിയാതെ അടുത്ത് പോകുന്ന ഒരു സ്റ്റേജായി. എന്നുവെച്ചാൽ ഒരു റൊമാൻസ് വരൽ തുടങ്ങി ഇവരുടെ ഇടയിൽ. എന്നുവെച്ചാൽ ഇവരിങ്ങനെ അമ്മ ഇങ്ങനെ പോകുന്ന ടൈമിൽ ഈ മരുമകൻ വഴി തടഞ്ഞു നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരതി പോവുക, അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ബാക്കിൽ വന്ന് പിടിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു ഇതായി തുടങ്ങി. പിന്നെ അതിന് ശേഷം തന്നെ ഇവർ ഇങ്ങനെ റിലേഷനിലായി. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ പറയുന്നത് എന്താ അറിയോ, ആ ഒരു ടൈമിൽ എനിക്ക് എതിർക്കാൻ പറ്റിയില്ല എന്ന്. കാരണം അമ്മ പറയുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ ചെറുപ്പത്തിലെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു ഫീല് അവൻ്റെ അടുത്ത് കിട്ടിയ ഒരു ഫീലായിരുന്നു, ആ ഒരു ഫീല്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് എതിർക്കാൻ പറ്റിയില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും
ഇതിൽ ആ അമ്മയുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മരുമകൻ്റെ അടുത്ത് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുക എന്ന് പറയുമ്പോൾ അതൊന്നും നമുക്ക് ചിന്തിച്ച് എങ്ങനെയാണ് അങ്ങനെയൊക്കെ തോന്നില്ല. സ്വന്തം മകളുടെ ഭർത്താവ്, അത് ആരാരും ഇല്ലാത്ത ആ മകൾ, അവർ തമ്മിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവർ മകളുടെ ലൈഫ് ഇങ്ങനെ. അപ്പോൾ ഫസ്റ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നീട് ഇതിങ്ങനെ ഉണ്ടാവൽ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള ബോധ്യം ആദ്യമായിട്ട് ഇവർക്ക് വന്നു എന്ന് പറയണം, ആ സ്ത്രീക്ക്, ഉമ്മാക്ക്. അപ്പോൾ ഇങ്ങനെ മരുമകൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒന്നും ചെയ്യരുത്, തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ മരുമകന് അതിൽ തീരെ എന്താ പറയുക, അതിന് വിട്ടുപോകണില്ലാന്ന്, ഞാൻ നിങ്ങളുടെ മകളെ നോക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയത്. അപ്പോൾ പിന്നെ അമ്മക്ക് പേടിയായി, ഇനി എൻ്റെ മകളെ ഉപേക്ഷിച്ച് പോവുമോ, ഞാനിത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ, അങ്ങനെ ആയിട്ട് ഇവൻ അങ്ങനെ പറയും തോറും അമ്മ അതിന് നിൽക്കൽ തുടങ്ങി. അതായത് ഈ അമ്മായിമ്മ അവന് മരുമകളെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള ആ പേടി കാരണം, എൻ്റെ മോൾ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള പേടി കാരണം ഇവൻ പറയുന്ന കാര്യത്തിലൊക്കെ വീണ്ടും നിന്ന് കൊടുക്കൽ തുടങ്ങി. അങ്ങനെ ആ ബന്ധം ഇങ്ങനെ പോയോണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ അമ്മായിമ്മ പറയണത് എന്താ പറയുക, ഞാൻ പേടിച്ചിട്ടാണ് ഇതിനൊക്കെ നിന്നത്, കാരണം എൻ്റെ മകളുടെ ജീവിതം ഇവൻ കുളമാക്കുമോ, എൻ്റെ മകളെ ഇട്ടിട്ട് പോവുമോ എന്നുള്ള ആ ഒരു പേടി കാരണമാണ് നിന്നതെന്ന്. അങ്ങനെ ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു മൈൻഡുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കണമായിരുന്നു. അല്ലാതെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കല്ലേ ചെയ്യുക. ഇങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരു ഭർത്താവാണ് മോളുടെ എങ്കിൽ അവർ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ജീവിക്കണം. മകൾക്കൊരു ജോലിയുണ്ട്, ആ ഒരു ജോലിയിൽ തുടർന്ന് പോയി ജീവിക്കണം വേണ്ടത്. അല്ലാതെ ഒരിക്കലും ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ട് വരില്ല. ഇങ്ങനത്തെ ഒരു മൈൻഡുള്ള ചെക്കനാണെന്നുണ്ടെങ്കിൽ വേണ്ടല്ലേ, അവരെ ഉപേക്ഷിക്കണമെന്ന് നല്ലത്. ഇത്തരത്തിലൊരു മൈൻഡുള്ള ബോയ് ആണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് അവരെന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു നമുക്കറിയാം. ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ആ മകൾ ഇത് അറിഞ്ഞാലുള്ളൊരവസ്ഥ എന്താവുന്നതാണ് അല്ലേ. ആ മകളറിഞ്ഞു ഈ കാര്യം, ആ മകളറിഞ്ഞ് ആകെ തകർന്നു പോയി. ആ മകളെങ്ങനെ അറിഞ്ഞതെന്ന് വെച്ചാൽ, അമ്മയുടെ ഫോണിലേക്ക് ഇവൻ അയച്ചൊരു മെസ്സേജ്, അതിൽ മെസ്സേജ് സാധാ മെസ്സേജ് ആവുമെന്ന് വെച്ചിട്ട് മോളെടുത്ത് നോക്കിയപ്പോൾ കണ്ടത് വളരെ ഞെട്ടിക്കുന്ന മെസ്സേജ്. എന്ന് വെച്ചാൽ, എൻ്റെ മോളെ ഉപേക്ഷിച്ച് ഞാൻ നിന്നെ കെട്ടട്ടെ എന്ന തരത്തിലുള്ള മെസ്സേജ്. അങ്ങനെ പലതരത്തിലുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോളാകെ ഞെട്ടിത്തരിച്ച് പോയി. ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആരാണല്ലോ സഹിക്കാൻ പറ്റുക. ആ കുട്ടി ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചു. അങ്ങനത്തെ ഭയങ്കര ഒരു ഡിപ്രഷനായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് ആ കുട്ടി പോയി. കാരണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആർക്കാണല്ലോ പിടിച്ചു നിൽക്കാൻ പറ്റുക. ചിലപ്പം പല ആളുകൾ ആ ഒരു ടൈമിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരും. കാരണം നമുക്കൊന്നും ചിന്തിച്ച് നോക്കാൻ പറ്റില്ല. നമ്മുടെ അമ്മയും ഭർത്താവും എന്നൊക്കെ പറയുന്നതില്ല, നമുക്കൊരിക്കലും ചിന്തിച്ച് നോക്കാൻ പറ്റാത്തൊരു ഇതിലാവുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് അയ്യോ ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ്. അപ്പം അമ്മയുടെ ഭാഗത്തുള്ള ന്യായം എന്ന് പറയുന്നത്, അമ്മ പറയുന്നത് നിങ്ങൾ കേട്ടില്ല. അമ്മ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകളുടെ ലൈഫ് നാശാവാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ഞാനിതിൽ നിന്നതെന്ന്. മകളവൻ ഉപേക്ഷിച്ച് പോവോ എന്നുള്ള ഒരു പേടി കാരണമാണ് അവൻ പറയുന്നതിലൊക്കെ നിന്ന് കൊടുത്തത്. അത് എവിടെയാണ് അതിൽ ന്യായം എന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിലൊരു ന്യായമില്ല. ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ കൊണ്ട് ജീവിക്കുന്നതിൽ ഒരു പ്രയോജനവും ഇല്ല. എനിക്ക് ആ ഒരു വീഡിയോ കണ്ട ടൈമിൽ അമ്മ ചെയ്തത് ശരിയാണെന്ന് ഒരിക്കലും തോന്നുന്നില്ല. കാരണം അത്രയും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ പറയുക, ഇത് മതമായിട്ട് ബന്ധപ്പെട്ടതോ അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല. ചില ആളുകൾ പറയും മുസ്ലിം മതത്തിൽ അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, അങ്ങനെ. ഇത് മതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമല്ല. ഏതൊരു റിലേഷനിലായാലും ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിംസ് അങ്ങനെ ഒന്നുമില്ല. ഏതൊരു ബന്ധത്തിലായാലും ഏതൊരു മതത്തിലായാലും ഇങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലേ, ഒരു ചിന്തിക്കുന്നപ്പോൾ തന്നെ നമുക്കൊരു സ്വന്തം മകളുടെ ഭർത്താവുമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും, അതിന് എന്തൊക്കെ കാര്യം പറഞ്ഞാലും അതിനൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ.